السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങൾ, റഹ്മാനായ റബ്ബിൻ്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ മാസത്തിന് സാക്ഷികളാകാനും ശ്രേഷ്ഠമായ ഇബാദത്തുകൾ നിർവഹിക്കാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഏതൊരു അമലിലും നിയ്യത്ത് പ്രധാനമാണ്. നമസ്കാര ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇതിൻ്റെ കൂലിയെ സംബന്ധിച്ച ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ മനസ്സിലുണ്ടാകണം. 4 കാര്യം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയത് അലൈഹിമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ അഥവാ ഒരു പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയും ഖുർആൻ ഓതുകയോ ഖുർആനുമായി ബന്ധപ്പെട്ട യതദാറസൂനഹു ബൈനഹും അതുമായി ബന്ധപ്പെട്ട ദർസിൽ പഠനത്തിൽ ഏർപ്പെട്ടാൽ 4 പ്രതിഫലങ്ങൾ അവർക്ക് ലഭിക്കുമെന്നാണ്. നസലത്ത് അലൈഹിമുസ് സകീന, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവരിൽ അവതീർണമാകും. വഗശിയത് അലൈഹിമുർ റഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അവരിൽ ചൊരിയപ്പെടും. വഹഫത്തുഹുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ ചുറ്റിലും വലയം ചെയ്യും. വദക്റഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അള്ളാഹു തൻ്റെ അടുത്തുള്ളവരോട് അഥവാ മലക്കുകളോട് ഈ ഒരുമിച്ച് കൂടുന്ന ആളുകളെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കും. ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഈ 4 പുണ്യങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിഗണന ജീവിതത്തിൽ വളരെ പ്രധാനം. പരിഗണന ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ. പരിഗണിക്കപ്പെടാതെ പോകുമ്പോൾ മാനസികമായ പ്രയാസങ്ങൾ സ്വാഭാവികമായി ആളുകളിൽ ഉണ്ടാകും. പരിഗണനയിൽ ഏറ്റവും പ്രധാനം ഏതാണ്? റബ്ബിൻ്റെ പരിഗണനയാണ്. കാരണം റബ്ബ് നമ്മെ പരിഗണിച്ചില്ലെങ്കിൽ ലോകത്ത് മറ്റാര് പരിഗണിച്ചാലും നമ്മൾ രക്ഷപ്പെടില്ല. റബ്ബ് കൈവിട്ട് കഴിഞ്ഞാൽ ലോകത്താര് നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പരിഗണനയ്ക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും വേണ്ടിയുള്ള ഒരാഗ്രഹമാണ് സത്യവിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കേണ്ടത്. ആ പരിഗണനയുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും. അതിൻ്റെ മാനദണ്ഡങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അക്കൗണ്ടിലെ പണം നോക്കിയിട്ടല്ല അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നത്. ജനിച്ച തറവാടോ കുലമോ അതിൻ്റെ മഹിമയോ കൊണ്ടല്ല റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ മാനദണ്ഡം അവനിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം ദൃഢമാണെങ്കിൽ അയാളുടെ തൊലിയുടെ നിറമോ അയാളുടെ ജനിച്ച കുലമോ സാമ്പത്തികാവസ്ഥയോ ഒന്നുമല്ല. ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ ഹദീസിൽ നമുക്ക് ചില സംഭവങ്ങൾ കാണാൻ സാധിക്കും. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത കോപ്റ്റിക് വംശജനായ അടിമയായിരുന്നു. പക്ഷേ ആ ബിലാലിന്റെ മുഖത്ത് നോക്കിയാണ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, താങ്കൾ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന കാലടി ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു എന്നത്. എന്താണ് അള്ളാഹുവിന്റെ ഇഷ്ടം അദ്ദേഹത്തിന് കിട്ടാൻ കാരണം? നമുക്കറിയാം, മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ ഖുറൈശി പ്രമാണിമാരൊക്കെ ആഗ്രഹിച്ച കാര്യം കഅബയുടെ മുകളിൽ കയറി ബാങ്കുലി ഉയർത്താൻ, അള്ളാഹുവിന്റെ പ്രകീർത്തനം കഅബയുടെ മുകളിൽ വെച്ച് പ്രഖ്യാപിക്കാൻ. അവിടെ ചില ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുറൈശികൾ പറയുന്നു, ജാഹിലിയത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കൽ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങളൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. കഅബയുടെ മുകളിലേക്ക് അദ്ദേഹം കയറുന്ന സമയത്ത് ചുമല് വെച്ചു കൊടുക്കുന്ന ആര്? ഖുറൈശി ഗോത്രത്തിൽ ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപ്റ്റിക് അടിമയായ ബിലാലിന് വേണ്ടി ചുമല് വെച്ചു കൊടുക്കുകയാണ്. ആ ചുമലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു കാൽ വെക്കുന്നത്. ഇവിടെ ഖുറൈശി നേതാക്കളിൽപ്പെട്ട ഖുറൈശി ഗോത്രത്തിൽ ജനിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ
കറുത്ത ബിലാലിന്റെ കാലുവെക്കാനുള്ള ആ കാര്യത്തിന് വേണ്ടി ചുമല് വെച്ചു കൊടുക്കുക വഴി മനസ്സുകളിൽ നീക്കം ചെയ്യായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് തറവാടിത്തം, തൻപ്രമാണിത്തം, കുലമഹിമ ഒഴിവാക്കി മാറ്റി മറിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്യുന്നത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹ് ഇഷ്ടപ്പെടാൻ കാരണം റസൂലിന്റെ നാവിലൂടെ തന്നെ സ്വർഗത്തിലാണ് എന്നുള്ള ശുഭസൂചകമായ സന്ദേശം കിട്ടാൻ കാരണം എന്താ? ഈമാനും അമലുമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചരിത്രത്തിലെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ, പ്രധാനികൾ കറുത്തവരായിരുന്നു, അടിമകളായിരുന്നു. അതിലൊന്ന് ബിലാലാണ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേതാരാണ്? നമ്മൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തിന്റെ പേര് നൽകപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാം. അദ്ദേഹം പ്രവാചകൻ അല്ല എന്നതാണ് സൂറത്തുൽ ലുഖ്മാന്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. പക്ഷെ പ്രവാചകൻ അല്ലാത്ത ഒരു വ്യക്തിയുടെ പേര് ഖുർആനിലെ ഒരു അധ്യായത്തിന് പോലും നൽകപ്പെടുകയും ആ ചരിത്രം അന്ത്യനാൾ വഴി ആ നാമം ഉച്ചരിക്കപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹവും അടിമകളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നതാണ് സൂറത്തുൽ ലുഖ്മാന്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഹക്കീമായിരുന്നു, തത്വജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ദഅവത്തുമായി വരുന്ന കാലത്ത് തന്നെ മക്കയിലെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ലുഖ്മാൻ എന്ന തത്വജ്ഞാനിയായ ഒരു വ്യക്തിയെ കുറിച്ച്. അറിവും ഈമാനുമാണ് അദ്ദേഹത്തിന്റെ പേര് അന്ത്യനാൾ വരെ നിലനിൽക്കത്തക്ക വിധത്തിൽ നിലനിർത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പരാമർശിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട് മിഅ്റാജിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട്. എന്താണ് അവരുടെ പേര്? മാഷിത്ത എന്നാണ്. മുഷ്തി എന്നാൽ ചീർപ്പാണ്. മാഷിത്ത ചീർപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണ്. ആരാണവർ? ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ മൂക്കിലേക്ക് ഒരു സുഗന്ധം, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം അടിച്ചു വീശി. കൂടെ ഉണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, എന്താണ് സുഗന്ധം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് മാഷിത്തയിൽ നിന്ന് വരുന്ന സുഗന്ധമാണ്. ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട് റസൂലുള്ളാഹിയുടെ വാക്കുകൾ. ആരായിരുന്നു മാഷിത്ത? ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഫിർഔനിന്റെ കുട്ടികളെ പരിചരിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഒരു ദിവസം ഫിർഔനിന്റെ മകളുടെ മുടി ചീകിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീഴുന്നു. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്നു. ബിസ്മില്ല എന്ന് പറഞ്ഞത് എടുത്തപ്പോ ഫിറൗനിന്റെ മകള് ചോദിക്കാൻ, ആരാണ്? അല്ലാഹ്, എന്റെ ഉപ്പയല്ലേ എന്ന്. ആ സ്ത്രീ തന്റെ ഈമാൻ മറച്ചു വെച്ചൊരു സ്ത്രീയായിരുന്നു. അള്ളാഹുവിലുള്ള തൗഹീദിലുള്ള ഉറച്ച വിശ്വാസം പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ജീവിച്ച ആ സ്ത്രീ ഒരു നിമിഷത്തിൽ റബ്ബിന്റെ നാമം ഉച്ചരിച്ച ചീർപ്പ് കയ്യിലെടുത്തതാണ്. ഫിറൗന്റെ മകൾ ചോദിക്കുന്നു, എന്റെ ഉപ്പയാണോ താങ്കളെ പറഞ്ഞ അല്ലാഹ്? അല്ല, മറിച്ച് എന്റെയും നിന്റെയും റബ്ബായ ലോകത്തിന്റെ റബ്ബാണ് എന്ന് ആ സ്ത്രീ മറുപടി പറയുന്നു. ഈ പെൺകുട്ടി ഉപ്പയെ വിവരം അറിയിക്കുന്നു. ഫിർഔൻ, കോപാകുലനായ ഫിർഔൻ, ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ചെമ്പ് കൊണ്ട് പശുവിന്റെ രൂപമുണ്ടാക്കി അതിലേക്ക് തിളപ്പിച്ച് ചൂടാക്കി മാറ്റി ആ സ്ത്രീയെയും മക്കളെ ഓരോരുത്തരെയും കൊണ്ടുവരികയാണ്. ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് ഓരോ കുഞ്ഞിനെയും കത്തിജ്വലിക്കുന്ന തിളക്കുന്ന പാത്രത്തിലേക്ക് എടുത്തിടുകയാണ്. എല്ലാ മക്കളും മരിച്ച ശേഷം മാഷിത്തയുടെ ഒക്കത്തിരിക്കുന്ന പിഞ്ചു പൈതൽ മുലകുടി പ്രായം ആ പിഞ്ചു കുഞ്ഞിനെയാണ് ഇനി അതിലേക്ക് ഇടേണ്ടത്. ഒക്കത്തിരുന്നുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞ് ഉമ്മയോട് പറയുന്നു, മടിച്ചു നിൽക്കുന്ന, തന്നെ എറിയാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന ഉമ്മയോട് പറയുന്നു, ഉമ്മ, അള്ളാന്റെ ശിക്ഷ ഫിറൗന്റെ ശിക്ഷയേക്കാൾ കഠോരമാണ് കേട്ടോ. അള്ളാന്റെ ശിക്ഷ ഫിറൗന്റെ ശിക്ഷയേക്കാൾ കഠോരമാണ് കേട്ടോ. ഹദീസ് വിശദീകരിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തൊട്ടിലിൽ വെച്ച് സംസാരിച്ച, പിഞ്ചു പ്രായത്തിൽ സംസാരിച്ച മക്കൾ ഒന്ന് ഈസാ അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് ജുറൈജുമായി ബന്ധപ്പെട്ട നമുക്കറിയാവുന്ന ചരിത്രമാണ്, ആ പിഞ്ചു കുഞ്ഞാണ്. മൂന്നാമത്തെ ഒന്ന് മാഷിത്തയുടെ ഒക്കത്തിരുന്ന് സംസാരിച്ച പിഞ്ചു കുഞ്ഞാണ്. ആ പിഞ്ചു കുഞ്ഞ് ഉമ്മയോട് പറയാ, എന്തിനും മടിച്ചു നിൽക്കണം, അള്ളാന്റെ ശിക്ഷയാണ് വലുത്, ഫിറൗന്റേതല്ല. ആ പിഞ്ചു കുഞ്ഞിനെ എടുത്തെറിയാൻ. ആ മാഷിത്തയുടെ ദേഹത്ത് നിന്ന് വരുന്ന സുഗന്ധമാണിത്, സ്വർഗത്തിൽ നിന്നുള്ള ഈ സുഗന്ധമെന്ന് മേറാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം അറിയിക്കുക. ഹദീസിൽ എന്താ പേര് നിലനിൽക്കാൻ കാരണം? ഫിർഔന്റെ കൊട്ടാരത്തിൽ ജീവിച്ച ദാസ്യപ്പണി ചെയ്ത ഒരു പെണ്ണിന്റെ പേര് അന്ത്യനാൾ വരെ ലോകത്ത് നിലനിൽക്കാൻ എന്തേ കാരണം? അള്ളാഹ് നൽകിയ അംഗീകാരമാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ്, പടച്ച റബ്ബിന്റെ പരിഗണന കിട്ടിയതാണ്. നമ്മൾ ഇന്ന് കേട്ടു, നമസ്കാരത്തിൽ നമുക്ക് സുപരിചിതമായ സൂറത്തുൽ കഹ്ഫ് വിശദീകരിക്കാൻ സമയം കുറവാണ്. വല്ലാത്തൊരു അധ്യായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് സഹാബി പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ എന്റെ കുതിരയെ കെട്ടിയിരുന്നു,
ഞാൻ വീട്ടിൽ വെച്ച് സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരുന്നു. കുതിര ചാടാൻ തുടങ്ങി. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മേലോട്ട് നോക്കിയപ്പോൾ ആകാശത്ത് ഒരു പ്രത്യേകതരം മേഘക്കൂട്ടം കണ്ടു. റസൂലിന്റെ മുമ്പിൽ ചെന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ പാരായണം തുടരണം, കാരണം അതിലെ ബറക, സൂറത്തുൽ കഹ്ഫ് ഓതിയ കാരണം ഇറങ്ങിയ ബർക്കത്താണ്, അത് കാരണമാണ് നിന്റെ കുതിര ചാടിയത്. ആ ബർക്കത്താണ് ആകാശ ലോകത്ത് നീ കണ്ടത് എന്ന്. സുബ്ഹാനല്ലാഹ്. ആ സൂറത്തുൽ കഹ്ഫ്, അതിൽ ഒരു സംഘം ചെറുപ്പക്കാരുടെ ചരിത്രം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന അന്ത്യനാൾ വരെ വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിപ്പിക്കപ്പെടുകയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം. എന്റെ കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടു, അള്ളാഹ് പരിഗണിച്ചു. ആരായിരുന്നു അവര്? ദുഖിയാനൂസ് രാജാവ്. ആരായിരുന്നു? ശിർക്കിന് പിന്തുണ നൽകിയ ബഹുദൈവ വിശ്വാസത്തിന്റെ അപ്പോസ്തലനായിരുന്ന ദുഖിയാനൂസ് രാജാവിന്റെ ഭരണം നിലനിന്ന സന്ദർഭം ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അവിടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, എല്ലാ വർഷവും ഒരു പ്രത്യേക ആഘോഷം. ആ ആഘോഷത്തിൽ ബിംബങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവരും. എന്നിട്ട് അതിനെ അവർ തന്നെ ഹോമിക്കും, നശിപ്പിക്കും. സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ആരാധ്യ വസ്തുക്കളെ ആരാധിക്കും. ആ സന്ദർഭത്തിൽ അത് വിശദീകരണത്തിൽ തഫ്സീറിൽ കാണാം. ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കുക, ഒരു മരത്തണലിൽ പോയിരിക്കുന്നു, മനസ്സ് വേദനിച്ചുകൊണ്ട്. എന്താണ് ഈ ജനത ചെയ്യുന്നത്? ലോകത്തിന്റെ റഹ്മാനായ റബ്ബുൽ ആലമീനായ ഏകനായ നാഥനെ വിട്ടിട്ട് ഒരുപാട് ഇലാഹുമാരെ ആരാധിക്കുക. ആ ഇലാഹുമാരെ അവർ തന്നെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മരത്തണലിൽ ഇരുന്നു കൊണ്ട് ദുഃഖിച്ച ആ ചെറുപ്പക്കാരൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് തൊട്ടടുത്തിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരാൾ കൂടി വന്നിരിക്കുന്നു. തഫ്സീറിൽ വിശദീകരിക്കപ്പെടുന്നത് ഇവർക്കാർക്കും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു ചെറുപ്പക്കാരുടെ സംഘം രൂപപ്പെടുക. ആ സംഘത്തിന് അല്ലാഹു അംഗീകാരം നൽകി. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ആരായിരുന്നവര്? തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച ചെറുപ്പക്കാരായിരുന്നവര്. അവർക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവർ ഗുഹയിലേക്ക് അഭയം തേടുന്നു. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിശദീകരിക്കാൻ സമയമല്ല. ശ്രദ്ധേയമാണ് ആ വാക്ക്. ചെവി അടപ്പിച്ചു കളഞ്ഞു. പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് അവർ ഉറങ്ങല്ല, ഉണർന്നിരിക്കുന്നതാണെന്ന് തോന്നും. പക്ഷെ ചെവി, അവരുടെ കർണപടങ്ങളെല്ലാം അടപ്പിച്ചു കളഞ്ഞു. എത്ര കൊല്ലം? ഒക്കെ അത്ഭുതകരമാണ് ആ പരാമർശം. കാരണം റസൂൽ വരുമ്പോ രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു മക്കയില്. അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങിയത് എത്ര? 300 കൊല്ലമാണെന്ന് ചിലർ, വേറെ ചിലർ 309 കൊല്ലാണെന്ന്. ഖുർആൻ അതിന് രണ്ടിനെയും അംഗീകരിക്കുന്നതിന് പകരം എന്ന് പറഞ്ഞു. 300 കൊല്ലം ഉറങ്ങി, 9 അധികരിപ്പിച്ചു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്, ഒന്ന് സൗരവർഷവും മറ്റൊന്ന് ചാന്ദ്രവർഷവും തമ്മിലുള്ള വ്യത്യാസമാണ്. കാരണം ചാന്ദ്രവർഷം 354 ദിവസം, സൗരവർഷം 365 ദിവസം, 11 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ 365 ഹരിക്കണം 11, 33.33 സംതിങ് വരും. അഥവാ 33 കൊല്ലം കൊണ്ട് ഒരു വർഷത്തെ വ്യത്യാസം വരും. അഥവാ 99 കൊല്ലം കൊണ്ട് 3 കൊല്ലത്തെ വ്യത്യാസം വരും. അഥവാ 100 കൊല്ലത്തിന് 1 കൊല്ലത്തെ വ്യത്യാസം ശരാശരി. അപ്പൊ 300 കൊല്ലത്തിന് 3 കൊല്ലം അധികം വരും. 300 സൗരവർഷം, 309 ചാന്ദ്രവർഷമാണ്. അങ്ങനെയാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. ഏതായിരുന്നാലും 300-ലേറെ വർഷക്കാലം അള്ളാഹു അവരെ ഉറക്കി. എന്നിട്ടോ അത്ഭുതകരമാണ്, അത്ഭുതകരമാണ് അള്ളാഹുവിന്റെ പരാമർശവും ആ വസ്തുതയും. 4 ദിവസം കിടന്നാൽ മതിയല്ലോ. നമ്മുടെ വീട്ടിൽ ഒരാൾ രോഗിയായി, എന്തിനാ വാട്ടർ ബെഡ്? കാരണം 4 ദിവസം അനങ്ങാതെ കിടന്നാൽ തൊലി പൊട്ടും, പ്രയാസാകും. 300 ചില്ലാണം കൊല്ലം ഉറങ്ങിയ അവരെ അള്ള പറയുന്നു ഇടത്തോട്ടും വലത്തോട്ടും മറിച്ചിട്ടു എന്നാണ് ആ ഉറക്കിനിടയിൽ. ആയത്ത് വിശദീകരിച്ചിട്ട് പ്രമുഖ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, അവരെ ദാബത്തുൽ അർള്, അവരെ പ്രത്യേകമായ ചിതലുകൾ തിന്നുപോകാതിരിക്കാൻ വേണ്ടിയാണ് അള്ള ഉറക്കിനിടയിൽ അവരെ മറിച്ചിട്ടത്. സുബ്ഹാനല്ലാഹ്. ആ സംഭവം എന്തേ അള്ള ഇങ്ങനെ എടുത്തു പറയാൻ കാരണം? അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനവുമായി വന്ന സന്ദർഭത്തിൽ അന്ന് മുശ്രിക്കുകൾ 2 ആളുകളെ മദീനയിലേക്ക് അയക്കാണ്. എന്തിനു വേണ്ടി? മുഹമ്മദ് പുതിയ നബിയാണെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യത്തിൽ എന്താ അഭിപ്രായം എന്നറിയണം. അതുപോലെ ചില ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കേണ്ടത്? പൂർവ്വവേദക്കാർ ജൂതന്മാരാണല്ലോ, ജൂതന്മാർ കൂടുതൽ മദീനത്താണ്. 2 നേതാക്കളെയാണ് അവർ മദീനയിലേക്ക് അയക്കുന്നത്. മദീനത്തിലപ്പോൾ ജൂതന്മാർ പറഞ്ഞ 3 ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. മുഹമ്മദ് നബിയാണോ എന്നറിയാൻ 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഒന്നാമത് നിങ്ങൾ ചോദിക്കേണ്ടത് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് എന്തറിയാം. രണ്ടാമത്തെ ചോദിക്കേണ്ടത് ചരിത്രത്തിലെ ലോകം കീഴടക്കിയ ആ ഭരണാധികാരി അഥവാ ദുൽഖർനൈനെ കുറിച്ച് എന്തറിയാന്നുള്ളതാണ്. മൂന്നാമത് ചോദിക്കേണ്ടത് റൂഹിനെ കുറിച്ച് എന്തറിയാന്നുള്ളതാണ്. റൂഹിനെ കുറിച്ച് അല്ലാഹ് മറുപടി കൊടുത്തു സൂറത്ത് ഇസ്രായിലൂടെ.
റൂഹിനെ കുറിച്ച് അവർ ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കാതെ എന്റെ റബ്ബിന്റെ അടുക്കലുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് കുറച്ചല്ലാതെ എനിക്ക് കിട്ടിയില്ല. കാരണം റൂഹ് മനുഷ്യന്റെ വ്യാഖ്യാനത്തിന് അപ്പുറത്തുള്ള കാര്യമാണ്. അതിൽ അറിവിൽ കുറച്ചേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ മറ്റു രണ്ട് ചോദ്യത്തിന്റെയും മറുപടി സൂറത്തുൽ കഹ്ഫ് ഇറക്കിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെയും വലിയൊരു പാഠമുണ്ട്. കാരണം ഈ ചോദ്യം ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞ മറുപടി ഞാൻ നാളെ പറഞ്ഞുതരാമെന്നായിരുന്നു. സ്വാഭാവികമായി നമ്മളൊക്കെ പറയാറുള്ളൊരു മറുപടി നാളെ പറഞ്ഞുതരാം. റസൂലുള്ള പ്രതീക്ഷിച്ചത് വഹി ഇറങ്ങുന്നുള്ളതാണ്. പിറ്റേന്ന് വഹി ഇറങ്ങിയില്ല, രണ്ടാം ദിവസം ഇറങ്ങിയില്ല, മൂന്നാം ദിവസം ഇറങ്ങിയില്ല. ശത്രുക്കൾ ആഘോഷിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, മുഹമ്മദിന് മറുപടിയില്ല, മുഹമ്മദിന് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല. 2, 3, 4, 5 കഴിഞ്ഞു, 14 കഴിഞ്ഞു, 15ാമത്തെ ദിവസമാണ് സൂറത്തുൽ കഹ്ഫ് അല്ലാഹു ഇറക്കുന്നത്. അതിറക്കിയിട്ട് അതൊരു കാര്യം പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻഷാ അല്ലാഹ്. റസൂലിനോട് എന്നോട് നിങ്ങളോട് അക്കളുടെ നിർദ്ദേശം. ഖുർആനിലെ ഓരോ ആയത്തും അന്ത്യനാൾ വരെയുള്ള ഓരോ മുഅ്മിനോടുള്ള നിർദ്ദേശം. ഒരു കാര്യം പറയുമ്പോൾ ഞാൻ നാളെ ഇന്നത് ചെയ്യുന്നു പറയരുത്, ഇൻഷാ അല്ലാഹ് പറയാതെ പഠിപ്പിക്കാണ്. ഇല്ലാ ഇൻഷാ അല്ലാഹ് പറയാതെ പറയരുതെന്ന് ആയത്തിറക്കിയിട്ടുള്ള പഠിപ്പിക്കാണ്. എന്നിട്ട് 9ാമത്തെ ആയത്ത് മുതൽ സുദീർഘമായി ചരിത്രം അല്ലാഹ് പഠിപ്പിച്ചു. അത് അന്ത്യനാൾ വരെ നിലനിൽക്കുക. അസ്ഹാബുൽ കഹ്ഫ്. എന്റെ കാരണം ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. നാട്ടുകാർ മുഴുവൻ എതിരാ, ഭരണാധികാരി മുഴുവൻ എതിരാ. പക്ഷെ ഈമാൻ മനസ്സിൽ നിലനിന്നപ്പോ ഒന്നും പേടിക്കാതെ റബ്ബിന്റെ മാർഗത്തിൽ അവർ ഒന്നിച്ചു, സംഗമിച്ചു, മുന്നോട്ട് നീങ്ങി. വിട്ടുവീഴ്ച കാണിച്ചില്ല. തൗഹീദിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച കാണിച്ചില്ല. അതാണ് അള്ളാഹിന്റെ പരിഗണനയുടെ മാനദണ്ഡം. ഞാനിവിടെ പാരായണം ചെയ്തത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 207ാമത്തെ ആയത്താണ്. ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, പടച്ചോന്റെ പരിഗണന ഒരു അടിമക്ക് കിട്ടിയാൽ എത്ര ഉന്നതമായിരിക്കും അത് എന്ന് പഠിപ്പിച്ചു തരുന്നതാണ് സൂറത്തു ബഖറയിലെ 207ാമത്തെ ആയത്ത്. ഏതാണത്? ഇതേപോലെയുള്ള തറവാടിത്തല്ലാത്ത, പണല്ലാത്ത, പ്രതാപല്ലാത്ത ഒരു സാധുവായ മനുഷ്യന്റെ സംഭവമാണ്. സുഹൈബ് എന്ന അടിമയായ ബാലൻ, ഇറാഖിൽ ജീവിച്ചിരുന്ന സുഹൈബ് എന്ന അടിമയായ ബാലൻ. റോമൻ സൈന്യം ഇറാഖ് കീഴടക്കുന്നു. അവർ സുഹൈബിനെ അടിമയായി പിടിച്ചുകൊണ്ടുപോകുന്നു. റോമൻ സൈന്യത്തിന്റെ കയ്യിലകപ്പെട്ടുകൊണ്ടാണ്, റോമക്കാർ വഴിയാണ് സുഹൈബ് എന്ന മനുഷ്യൻ മക്കയിലെത്തുന്നത്. മക്കയിലെത്തിയിട്ട് ചോര നീരാക്കി കഠിനമായി അധ്വാനിച്ച് അല്പമൊക്കെ സമ്പത്തുണ്ടാക്കുന്നു. അദ്ദേഹം സ്വതന്ത്രനായി മാറുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആരംഭകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നു. ആ ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ പീഡനങ്ങളും പ്രയാസങ്ങളും ഒട്ടനവധി അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. അള്ളാന്റെ കൽപ്പന, മദീന ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള റബ്ബിന്റെ ഓർഡർ. ആ സമയത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കയ്യിലെടുത്ത് മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുകയാണ്. വിവരമറിഞ്ഞ ശത്രുക്കൾ, ഖുറൈശി നേതാക്കൾ വന്നു, തടഞ്ഞു. പറ്റൂല, വെറും കൈയോടുകൂടി വന്നവനാ താങ്കൾ, ഈ സമ്പാദ്യമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വെച്ചുണ്ടാക്കിയതാ, ഇത് കൊണ്ടുപോകാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ ചോദ്യം, ഞാൻ പോകുന്നതിൽ പ്രശ്നമല്ല, ഈ സമ്പത്ത് കൊണ്ടുപോകുന്നതാണോ പ്രശ്നം? അതെ, നിനക്ക് വേണേ പോകാം, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ചുട്ടുപൊള്ളുന്ന മണലാരിന് ചോര നീരാക്കി അധ്വാനിച്ച സമ്പത്ത് മുഴുവൻ മക്കയുടെ മണ്ണിൽ വിട്ടേക്ക് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുകയാണ്. സഹാബത്ത് ചെന്ന് റസൂലിന്റെ മുമ്പിൽ ചെന്ന് വിവരം അറിയിച്ചു. ആ പാവം സുഹൈബ് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടുപോകാൻ ഒരു കാശും കയ്യിൽ വെക്കാൻ ഈ ശത്രുക്കൾ അനുവദിച്ചില്ല. വെറും കൈയോടുകൂടിയാണ് പൊരിവേലത്ത് അദ്ദേഹം നടന്നുപോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കെന്താ? സുഹൈബ് തന്റെ കച്ചവടത്തിൽ ലാഭം നേടി, സുഹൈബ് തന്റെ കച്ചവടത്തിൽ ലാഭം നേടി. അർശുടേവനായ റബ്ബ് ഞാനും നിങ്ങൾ ഇന്ന് ഓതുന്ന സൂറത്ത് ബഖറയിലെ 207ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നു, സാധുവായ ഒരു മനുഷ്യനെ പ്രശംസിച്ചുകൊണ്ട്. വമിനൻ നാസ് മൻ യശ്രി നഫ്സഹു ബിതിവാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. വമിനൻ നാസ്, മനുഷ്യരിൽ ചില ആളുകൾ എന്താ അവരുടെ പ്രത്യേകത? മൻ യശ്രി നഫ്സഹു ബിതിവാ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്നാൽ അതിനുപോലും തയ്യാറാകരുത്. സമ്പത്തല്ല, ശരീരം അള്ളാഹ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാകുന്ന ചില മനുഷ്യന്മാരുണ്ട്. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അള്ളാഹു തന്റെ അടിമകളോട് അതിയായ കാരുണ്യമുള്ളവനാണ്. റബ്ബിന്റെ പ്രശംസയാണ് സഹോദരങ്ങളെ. ദീനിനെ സ്നേഹിച്ച കാരണത്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്നേഹിച്ച കാരണത്താൽ ഈ പരിഗണനയാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. അതിന് ചില കാര്യങ്ങൾ, ചില മാനദണ്ഡങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. അള്ളാഹ് നമ്മളെ പരിഗണിക്കാൻ, നമ്മുടെ ദറജ ഉയരാനുള്ള മാനദണ്ഡമല്ല സമ്പത്തല്ല, തറവാടല്ല, നിറമല്ല, വർണ്ണമല്ല, ആസ്തിയല്ല. പിന്നെ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. രണ്ട് മാനദണ്ഡം അള്ളാഹു ആയത്തിൽ പഠിപ്പിച്ചു. ഒന്ന്, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും അതുപോലെ ഇൽമുള്ളവരെയും അള്ളാഹു ദറജ ഉയർത്തും.
പടച്ചോന്റെ അടുക്കൽ നമ്മുടെ പദവി ഉയരാൻ, അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡം ഒന്ന് ഈമാനും, രണ്ട് ഇൽമ് വർദ്ധിപ്പിക്കലുമാണ്. അറിവിനെ സ്നേഹിക്കുന്നവരാകണം നമ്മൾ. ശുദ്ധ ഖുർആനിൽ നേരത്തെ നമ്മൾ കേട്ടു സൂറത്തുൽ കഹ്ഫ്. അവിടെ സുദീർഘമായ സംഭവത്തിൽ ഖിദ്ർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും കൂടിയുള്ള യാത്രയിൽ നേരത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും എന്നോട് ചോദിക്കരുത് എന്ന്. പക്ഷെ മൂസ അലൈഹിസ്സലാം അക്ഷമനായി പലതും ചോദിച്ചു പോവാണ്. പൊളിഞ്ഞു വീഴാറായ മതില് ഖിദ്ർ അലൈഹിസ്സലാം അത് പൊളിച്ച് നേരെയാക്കി പുനഃസ്ഥാപിക്കുന്നു. മൂസ അലൈഹിസ്സലാം അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. സുബ്ഹാനല്ലാഹ്. ഖുർആനിലെ ഓരോ ആയത്താ ദൃഷ്ടാന്താണ്. ആ മതില് പൊളിച്ച് നേരെയാക്കാൻ കാരണം ഖിദ്ർ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നിടത്ത് രണ്ട് കാര്യമാണ് അള്ളാഹു എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, കാന ലിഗുലാമൈനി യതീമൈൻ വകാന അബൂഹുമാ സ്വാലിഹാ. ആ മതിലിന്റെ ഉടമസ്ഥർ രണ്ട് യതീം കുട്ടികളാണ്, അവരുടെ ബാപ്പ നല്ല മനുഷ്യനായിരുന്നു. ലിഗുലാമൈനി യതീമൈൻ, രണ്ട് യതീം കുട്ടികളാണ്. വകാന അബൂഹുമാ സ്വാലിഹാ, അവരുടെ ബാപ്പ നല്ല ആളായിരുന്നു. എന്താ പറഞ്ഞതിനർത്ഥം? ഈ കുട്ടികളുടെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ ഈ കുട്ടികളെ റബ്ബ് കൈവിടൂല, കാരണം അവരുടെ ബാപ്പ നല്ല ആളായിരുന്നു. പറഞ്ഞതിനർത്ഥം എന്താ? നമ്മളൊക്കെ എന്തിനാ അധ്വാനിക്കുന്നത്? മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. ആ അധ്വാനത്തിൽ പലപ്പോഴും ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കുന്ന ആളുകളുണ്ട്, ഉപകാരപ്പെടില്ല. എന്നാൽ ആരോഗ്യമുള്ള കാലത്ത്, അധ്വാനിക്കുന്ന കാലത്ത് ഹലാമ് ഹറാമ് സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് അടിച്ചുപോയിരുന്ന ഒരു അറ്റാക്ക് വന്ന ഒരു കിഡ്നി ഫെയിലിയർ ആയി ബാപ്പ മരിച്ചാലും മക്കളെ യതീമാവൂല, കഷ്ടപ്പെടൂല. കാരണം അബൂഹുമാ സ്വാലിഹാ, സാലിഹായ ബാപ്പാന്റെ മക്കളെ അള്ളാഹ് ഏറ്റെടുക്കുന്ന അള്ളാഹ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. രണ്ട്, വകാന തഹ്തഹു കൻസുൽ ലഹുമാ. മുഫസ്സിറുകൾ മുഴുവൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ മതിലിന്റെ അടിയിൽ കൻസുണ്ടായിരുന്നു, നിധി ഉണ്ടായിരുന്നു. കേൾക്കുമ്പോൾ നമ്മൾ വേഗം മനസ്സിലാക്കുക സ്വർണ്ണം വെള്ളി എന്നാണ്. പ്രത്യേകിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ സഹാബത്തിന്റെ അഭിപ്രായം കൻസ് എന്നത് അവിടെ സുഹുഫുൽ ഇൽം എന്നാണ്, വിജ്ഞാനത്തിന്റെ ഏടുകൾ എന്നാണ്. കാരണം ഇസ്ലാം ഏറ്റവും വലിയ നിധിയായി കാണുന്ന എതിരാ ഇൽമിനെയാണ്. ആ മതിലിന്റെ അടിയിൽ ചില വിജ്ഞാനത്തിന്റെ ഏടുകൾ ഉണ്ടായിരുന്നു, അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നതാണ്. അപ്പൊ ഇൽമ് അതാണ് റബ്ബിന്റെ അടുക്കലുള്ള പരിഗണനയുടെ പ്രധാന മാനദണ്ഡം. അതോടൊപ്പം ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് ജീവിക്കുന്ന കാലത്ത് ഹലാലും ഹറാമും കൃത്യമായി മനസ്സിലാക്കി റബ്ബിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, പരിഗണനയുടെ മാനദണ്ഡം. സൂറത്ത് മാഇദ 54-ാമത്തെ ആയത്തിൽ 5:54 എന്ന് പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹിന്റെ ദീന് വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. നിങ്ങൾ ഇവിടെ നിലനിൽക്കണം അള്ളാഹ്ക്ക് ആഗ്രഹമല്ല. നിങ്ങൾ അള്ളാഹിന്റെ ദീന് മുറുകെ പിടിക്കാനും അതിന്റെ ദഅവത്തിനും നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചിട്ട് നാം വേറൊരു ജനതയെ കൊണ്ടുവരും റബ്ബിന്റെ ദീന് നടപ്പാക്കാൻ. അവരുടെ 5 ഗുണം ആയത്തിൽ പറയുന്നു. അതിൽ പറഞ്ഞ ആദ്യത്തെ 2 ഗുണം എന്താണ്? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവർ അള്ളാഹിനെ സ്നേഹിക്കും, അള്ളാഹ് അവരെ സ്നേഹിക്കും. അള്ളാഹ് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ തിരിച്ച് അള്ളാഹിനെ സ്നേഹിക്കണം. റബ്ബിന്റെ പരിഗണന നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി ജീവിതത്തിൽ നമ്മൾ മാറണം. ഈമാനിനെയും അമലിനെയും സ്നേഹിക്കുന്നവരാകണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊന്ന് നേരത്തെ നമ്മൾ കേട്ട സൂറത്തുൽ കഹ്ഫിൽ തന്നെ വീണ്ടും അത് വിശദീകരിക്കുന്നുണ്ട്. 46-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഈ ആയത്തിറക്കിയപ്പോൾ സഹാബത്ത് ചോദിച്ചു റസൂലിനോട്. ആയത്തിന്റെ അർത്ഥം നമുക്കറിയാം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സ്വത്തും സന്തതികളും ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ്. എന്നാൽ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ബാഖിയാത്തുസ് സാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതും പ്രതീക്ഷക്കേറെ വകയുള്ളതും. റസൂലുള്ളാഹിയോട് സഹാബത്ത് സംശയം ചോദിച്ചു, എന്താണ് റസൂലെ ബാഖിയാത്തുസ് സാലിഹാത്ത്, എന്താണ് ഇതുകൊണ്ടുള്ള വിവക്ഷ? ഖുർആനിന്റെ വിശദീകരണം റസൂലുള്ള പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന ആ ആയത്തിലെ വിവക്ഷ التسبيح والتحميد والتكبير والتهليل ولا حول ولا قوة إلا بالله. അവിടെ ബാഖിയാത്തുസ് സാലിഹാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് തസ്ബീഹാണ്. എന്താണ് തസ്ബീഹ്? ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ മാത്രം
റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റന്നാൾ ളുഹറിന് ശേഷം പുനൂര പള്ളിയിൽ നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട്. കഴിയുന്നവരൊക്കെ അങ്ങോട്ട് എത്തിച്ചേരുക. ബാഖിയാത്തു സാലിഹാത്തിൽ ഒന്നാമത്തേത് റസൂലുള്ളാഹിന്റെ ഒരു തസ്ബീഹാണ്, 2 തഹ്മീദാണ്. സുബ്ഹാനല്ലാഹ് പറയാ, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് പറയാ, അതുപോലെ തന്നെ വത്തക്ബീർ അല്ലാഹു അക്ബർ പറയാ, വത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, 5 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹയെ കുറിച്ച്, മിൻ കൻസി തഹ്തൽ അർശ്, അർശിന്റെ താഴെയുള്ള ഏറ്റവും വിലപിടിച്ച നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റുകൾ ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കിൻ ഞാൻ നിങ്ങളെ ഓർക്കാം. അള്ളാഹ് നമ്മളെ പരിഗണിക്കാൻ, അള്ളാഹ് നമ്മളെ ശ്രദ്ധിക്കാനുള്ള മാനദണ്ഡത്തിൽ പ്രധാനമാണ് ദിക്റുകൾ കൊണ്ട് നാവ് നനവുള്ളതായി തീരുക എന്നത്. അതോടൊപ്പം സൂറത്ത് ഫുർഖാൻ അവസാന ആയത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. പറയുക പ്രവാചകരെ, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഇതൊക്കെ കളവാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ശിക്ഷ നിങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിഗണനയ്ക്കുള്ള മറ്റൊരു പ്രധാന മാനദണ്ഡം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദുആയാണ്. എപ്പോഴാ ദുആ വരിക? വിനയം ഉണ്ടാകുമ്പോഴേ ദുആ ഉണ്ടാകുള്ളൂ. അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഉൾക്കൊള്ളുകയും തന്റെ ദൗർബല്യാവസ്ഥ തിരിച്ചറിയുമ്പോഴേ ആ മനസ്സിനെ ദുആ വരുള്ളൂ. അതുകൊണ്ട് ഒരു അടിമയോട് അള്ളാഹ്ക്ക് അങ്ങേയറ്റം ഇഷ്ടം തോന്നുന്ന സന്ദർഭമാണിത്. അടിമയുടെ ഹൃദയത്തിൽ നിന്ന് റബ്ബിലേക്ക് ദുആ ഉയരുന്ന സന്ദർഭം. ഈ സന്ദർഭം പ്രത്യേകിച്ച് പരിശുദ്ധ റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയം പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ, ദിക്റുകൾ അധികരിപ്പിക്കാൻ, അമലു സ്വാലിഹാത്ത് അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും പ്രതിഫലം അത് എത്ര വലുതാണ് എന്നുള്ളത് നമുക്കറിയില്ല. സൂറത്ത് യാസീനിലെ 12-ാമത്തെ ആയത്ത് അതിനൊരു സബബുൻ നുസൂലുണ്ട്. മദീന പള്ളിയുടെ അല്പം അകലെ വീടുണ്ടായിരുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നിട്ട് തങ്ങളൊരു വിഷമം പറയാണ്. എപ്പോഴും പള്ളിയിൽ ഉണ്ടാകണം എന്നാണ് ആഗ്രഹം, പക്ഷെ വീട് വളരെ ദൂരാണ്. അതുകൊണ്ട് റസൂലെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു ദുആ ചെയ്യണം, ഞങ്ങളുടെ താമസ സ്ഥലം പള്ളിയുടെ അടുത്തേക്കായി കിട്ടാൻ വേണ്ടി. നല്ലൊരു ആഗ്രഹമാണ് അവരുടേത്. പക്ഷെ അള്ളാഹ് പറഞ്ഞു, അതല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നിങ്ങളുടെ കർമ്മങ്ങൾ നാം ആണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു, വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചതൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു, വആസാറും. അതിന് 2 തഫ്സീർ കാണാം. ഒന്ന്, ആസാർ എന്ന് പറഞ്ഞാൽ കാലടിപ്പാട് നടത്തുന്നത്, ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്, ഒരു കാല് പൊക്കുമ്പോൾ ഒരു നന്മ രേഖപ്പെടുത്തപ്പെടും, മറ്റേ കാല് വെക്കുമ്പോൾ ഒരു തിന്മ മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും എന്നുള്ളത്. അപ്പൊ കാലടിക്കും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. നിസ്കാരത്തിന് മാത്രമല്ല കൂലി, കാലടിക്കും പ്രതിഫലമുണ്ട്. ആസാർ, ആസാറിന് സ്വാധീനം എന്നർത്ഥമുണ്ട്. അഥവാ ഈ അമലിന് മാത്രമല്ല കൂലി, ഇതിന്റെ ഫലമായി തുടർന്നു വരുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ. ഞാനും നിങ്ങൾ ഇന്നിവിടെ സുജൂദ് ചെയ്യുമ്പോ ഈ സുജൂദിന്റെ കൂലി ആർക്ക് പോകും? ഈ പള്ളിക്ക് വേണ്ടി ആരൊക്കെ അധ്വാനിച്ചോ കാശ് മുടക്കിയോ അവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു എല്ലാ ആളുകൾക്കും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാണ്. മസ്ജിദുൻ നബവിയിൽ ഇന്ന് ഓരോ മനുഷ്യൻ ഇബാദത്ത് ചെയ്യുമ്പോഴും അതിന്റെ കൂലി ആർക്ക് പോകും? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോകും. കാരണം അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെത്തിയപ്പോ 2 അനാഥ ബാലന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഭൂമി വില കൊടുത്ത് വാങ്ങി റസൂലുള്ളാഹിക്ക് വേണ്ടി പള്ളി പണിതു കൊടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത എല്ലാ അമലിന്റെയും കൂലി അദ്ദേഹത്തിന് കിട്ടുന്നതോടൊപ്പം അത് മറ്റൊരാൾക്ക് കൂടി പോകും. ആർക്ക്? ഇൻഷാ അല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം എന്താ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ കാരണക്കാരനായി തീർന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വനക്തുബു മാ ഖദ്ദമു വആസാറഹും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മുഅ്മിൻ ഖബറിൽ കിടക്കുന്ന സമയത്ത് അവന് പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിനോട് അവൻ ചോദിക്കും, പഠിച്ചോനെ, ഇതിനു മാത്രം ഞാൻ എന്താ അമല് ചെയ്തത്? ആ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി, നിന്റെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണത്. മക്കളെ നമ്മൾ ദീന് പഠിപ്പിച്ചാൽ, ഈ പള്ളിയിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ, അതുപോലെ ദീനിന്റെ ക്ലാസ്സിൽ മദ്രസയിൽ സിയാറിൽ അവരെ ചേർത്ത് പഠിപ്പിച്ചാൽ, നാട്ടിൽ നിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സകല മയക്കുമരിൽ നിന്നും തിന്മയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനുള്ള ഏക പരിഹാരം ആ ദീന മക്കൾക്ക് കൊടുത്താൽ, നാളെ അവർ നന്നായി തീർന്നാൽ അവർ ചെയ്യുന്ന ഇബാദത്തിന്റെ കൂലി അവർക്ക് കിട്ടുന്നതോടൊപ്പം ഖബറിൽ കിടക്കുന്ന നമുക്കും വന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അമലിനെ സ്നേഹിക്കുക. പടച്ചോന്റെ പരിഗണനയുടെ മാനദണ്ഡം ഈമാനും അമലും ഇൽമുമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിച്ച് പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുക. നിയ്യത്തിന് കൂലി നൽകുന്നവനാണ് റബ്ബ്. ബാക്കി എല്ലാം ഈ ലോകത്തെ സംവിധാനമൊക്കെ പണിയെടുത്താലേ കൂലിയുള്ളൂ. രാവിലെ 2 ആള് ജോലിക്ക് വേണ്ടി വിളിച്ചുണ്ടായി, മഴ പെയ്ത് പണി നടന്നില്ല, ബസൂലി വിളിച്ച് നമ്മൾ പറഞ്ഞേക്കും പണി നടന്നിട്ടില്ല.
പക്ഷേ നിയ്യത്ത് ചെയ്താൽ മതി. റമദാനിലെ അവസാനത്തെ 10 ഏറ്റവും നന്നായി ഉപയോഗിക്കണം എന്ന് ഇന്ന് നിയ്യത്ത് ചെയ്തോ, നമ്മൾ ഇന്നങ്ങ് മരിച്ചാലും ശരി അതിന്റെ കൂലി പരലോകത്ത് കിട്ടും. എന്താ തെളിവ്? സൂറത്തു നിസായിലെ 100-ാമത്തെ ആയത്ത്. അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച, ഇസ്ലാം ഉൾക്കൊണ്ട വൃദ്ധനായ ഒരു മനുഷ്യൻ, ആര്? ഉമറത്ത് ബിൻ ജുന്ദബ് ഹിജ്റ പോകണമെന്ന് ആഗ്രഹിച്ചു. മക്കളോട് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നെ. മക്കൾ പറഞ്ഞു, വാപ്പ വയസ്സാം കാലത്ത് പ്രായമായ രോഗിയാണ്, എങ്ങനെയാ പോവുക? നിരുത്സാഹപ്പെടുത്തി. അവസാനം നിർബന്ധിച്ച് അദ്ദേഹം മക്കള് താങ്ങിയെടുത്ത് കൊണ്ടുപോയി ഏതാനും ദൂരെ വഴിയിലെത്തി. വഴിയിൽ വെച്ച് മരിച്ചു. മദീനയിൽ നേരത്തെത്തിയ സഹാബികൾ വിവരറിഞ്ഞു ഉമറത്ത് മരിച്ച കാര്യം. അവർ പരസ്പരം പറഞ്ഞു, കഷ്ടായിപ്പോയി, മദീനത്തെത്തിയിരുന്നെങ്കിൽ കൂലി ഉറപ്പായിരുന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹ് ഭൂമിയിലേക്ക് അയച്ചത് സൂറത്തുൻ നിസായിലെ 100-ാമത്തെ ആയത്തായിട്ട് ഹിജ്റയുടെ മഹത്വം പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി സുമ്മ യുദ്രികുൽ മൗത്ത് ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. ഏതൊരാൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഹിജ്റക്ക് വേണ്ടി അള്ളാഹിലേക്കും റസൂലിലേക്കുമുള്ള ഹിജ്റ നടത്തി എന്നിട്ട് വഴിയിൽ വെച്ച് മരണം അവനെ പിടികൂടി ചെയ്താൽ അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. നിയ്യത്ത് വെക്കുക, ഈ റമദാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന്റെ കൂലി അതെനിക്ക് നേടണം, അത് ഞാൻ അധ്വാനിക്കും. അതിന്റെ മുമ്പ് നമ്മൾ മരിച്ചു പോയാലും ആ കൂലി റബ്ബ് നമുക്ക് തരും. നിയ്യത്ത് വെക്കുക. നിയ്യത്തിന് കൂലി നൽകുന്ന ഏക സംവിധാനം റബ്ബിൻ്റെത് മാത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് ജീവിതത്തിൽ ഒരു വസന്തകാലമാണ് ഈ പരിശുദ്ധ റമദാൻ. അള്ളാഹ് തന്ന ഔദാര്യം നഷ്ടപ്പെടുത്താതിരിക്കുക ഞാൻ നിങ്ങളൊക്കെ. അള്ളാഹിന്റെ കലാമ് പഠിക്കുക, ദീന് പഠിക്കുക, ഇൽമു വർദ്ധിപ്പിക്കുക, ഈമാനിന്റെ വർധനവിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. നേരത്തെ ഈ പേരെടുത്ത് പറഞ്ഞവരും അല്ലാത്തവരുമായ ഖുർആനിലൂടെ ഹദീസിലൂടെ അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകിയ ആ മഹാന്മാരുടെ കൂടെ നമ്മുടെ പേരും രേഖപ്പെടുത്തപ്പെടാനും ഫിർദൗസിൽ അവരോടൊപ്പം കഴിയാനുള്ള ഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. റഹ്മാനായ നാഥ, നിന്നിൽ നിന്നുള്ള നിഅമത്തും ബർക്കത്തും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഇവിടെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കാൻ, ഈ ഇബാദത്തുകളിൽ പങ്കാളികളാകാൻ ആഗ്രഹിച്ച ഞങ്ങളുടെ ഉപ്പമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്, രോഗം കാരണം വീട്ടിൽ വിശ്രമിക്കുന്നവർ, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദന്മാർ, നേതാക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പാപമുക്തരായി നിന്നെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കുന്ന പ്രിയപ്പെട്ട നിന്റെ അടിമകളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.